ഇനി ഒരേ റൈറ്റർ അതായത് ഒരേ ബേസ് ലൈനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടിട്ട് സൂപ്പർ ഹിറ്റ് അടിപ്പിച്ചിട്ടുണ്ട്. പഞ്ചാബി ഹൗസ്, റാഫി മെക്കാട്ട്, രണ്ട് പെണ്ണുങ്ങള് ഒരാണിനെ സ്നേഹിക്കുന്നതും ഈ ആണ് ഇവർ ആരെ സ്വീകരിക്കണം എന്ന് പറയുന്ന ഒരു കോൺഫ്ലിക്റ്റാണ്. ക്ലൈമാക്സിൽ പേര് മറന്നതല്ലേ, ജോമോളുടെയും മറ്റേ പേര് മറന്നേ മോഹിനിയുടെ. അപ്പൊ ഈ രണ്ടുപേര് എന്നിട്ട് ഇപ്പം പ്രണയിച്ചു പോയി എന്നുള്ള മോഹിനി നിൽക്കുന്നു, പഴയ കാമുകി നിൽക്കുന്നു. ആ രണ്ടുപേരുടെ കോൺഫ്ലിക്റ്റിൽ പെട്ടുപോകുന്ന നായകനാണ് ക്ലൈമാക്സിൽ ഈ പ്രക്ഷുബ്ധാവസ്ഥ സൃഷ്ടിക്കുന്നത്. ഇതിലാണ്. ഇനി അവരുടെ തന്നെ അടുത്ത പടം അനിയൻ ബാവ ചേട്ടൻ ബാവ. അതെനിക്ക് ആദ്യത്തെ പടമായിരുന്നു അനിയൻ ബാവ ചേട്ടൻ ബാവ കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് തോന്നുന്നു പഞ്ചാബി ഹൗസ്. അത് ഓർമ്മ സമയം തെറ്റിപ്പോയി. അപ്പൊ ഈ അനിയൻ ബാവ ചേട്ടൻ ബാവ എന്താ, രണ്ട് പെണ്ണുങ്ങളെ ജയറാമിനെ സ്നേഹിക്കുക. ക്ലൈമാക്സ് ആയപ്പോഴത്തേക്ക് ഇതിൽ ആരെ സ്വീകരിക്കണമെന്ന് അറിയാൻ വയ്യാതെ ജയറാം കിടന്ന് വലിയുന്നിടത്താണ് ഇത് തെങ്കാശിപ്പട്ടണം. തെങ്കാശിപ്പട്ടണത്തിൽ ഒരു പെണ്ണിനെ വിട്ടു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അവിടെയും രണ്ട് പെണ്ണ് ഒരാളെ സ്നേഹിക്കുന്നത്, ഒരാണ് രണ്ട് പെണ്ണ്. സുരേഷ് ചേട്ടന്റെ കഥാപാത്രവും ലാലിന്റെ കഥാപാത്രവും ഇവിടെ പക്ഷെ രണ്ടുപേരെ സ്നേഹിക്കുന്നില്ല നായിക രണ്ടുപേരെ സ്നേഹിക്കുന്നില്ല. രണ്ട് പെണ്ണുങ്ങൾ ഒരാളെ, ഗീതു മോഹൻദാസും സംയുക്ത വർമ്മയും സുരേഷ് ഗോപിയും സ്നേഹിക്കുകയാണ്. അതായത് ഇതെല്ലാം ഒറ്റ റൈറ്റേഴ്സാണ്. ഇവര് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മാറ്റി മറിച്ചു വിട്ടിട്ട് വേറൊരു പശ്ചാത്തലത്തിൽ, ഇതാണ് ഇവരുടെ കഥയുടെ ബേസ് എലമെന്റ്. ഇതാ